ഡിവൈൻ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ന്യൂറോൺസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതെ അതെ, അത് കൺസെപ്റ്റ് അല്ല, ഇറ്റ്സ് എ ട്രൂത്താണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും ഇത് വികസിച്ചതും ഏറ്റവും ഉന്നതമായ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ് മനുഷ്യൻ്റെ സൂക്ഷ്മനാനാഡി. സൂക്ഷ്മനാനാഡി എന്ന് പറയുന്നത് ഈ എനർജികൾ, ന്യൂറോൺസിൽ നിന്ന് വരുന്ന എനർജികൾ ഇന്ദ്രിയങ്ങളിലേക്കും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇതിൽ കൂടെ, സൂക്ഷ്മനാനാഡിയിൽ കൂടെ. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇതിനെ സമീകരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ചിലതിനെ കട്ട് ചെയ്യണം, ചിലതിനെ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് ഈ സൂക്ഷ്മനാനാഡി. അതുകൊണ്ടാണ് ലോകത്തിൽ അത്ര നീറ്റായിട്ടുള്ള ഒരു സൂക്ഷ്മനാനാഡി എന്ന് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൻ്റെ സൂക്ഷ്മനാനാഡിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടെന്ന് ഞാൻ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒരു ഗോഡ് എന്നുള്ളതിൻ്റെ ഒരു സയൻറ്റിഫിക് സ്ട്രക്ചർ എന്താണെന്നുള്ളത് ആ ബുക്കിനകത്തുണ്ട്. എന്താ അങ്ങയുടെ ആശയത്തിൽ എന്താണ് ഒരു സയൻറ്റിഫിക് സ്ട്രക്ചർ? ഇപ്പം എനിക്കൊന്നും പറഞ്ഞതൊക്കെ അതിൽ പെട്ടതാണ്. അപ്പോൾ പറയാമല്ലോ, ഇപ്പോൾ സയൻറ്റിഫിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സച്ചിദാനന്ദൻ എന്ന് പറഞ്ഞല്ലോ, അതാ എനർജിയാണ്. അതിനകത്ത് ഞാൻ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ആൻ ഓസിലേറ്റിംഗ് എനർജി ബിറ്റ്വീൻ ദ ആറ്റംസ്. ആ ന്യൂട്രോണും പ്രോട്ടോണും നടുക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്ന എനർജിയാണ് ഗോഡ് പാർട്ടിക്കിൾ. അതാണ് ഹിഗ്സ് ബോസോണെന്ന് ഇന്ന് പണ്ഡിതന്മാർ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയത്. അതിനപ്പുറം വേറൊരു ശക്തിയില്ല. ആ ശക്തിയാണ് നിലനിൽക്കുന്നത് ലോകം. അത് ബ്രഹ്മമാണ്. അത് മൊത്തം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഇതിലാണ്. അതുകൊണ്ടാണ് ഈ വേദാന്തികൾ പറയുന്നത് അതിനെ ബ്രഹ്മം എന്നാണ് പറയുന്നത്. സച്ചിദാനന്ദൻ എന്ന് പറയും. സച്ചിദാനന്ദൻ്റെ ബ്രഹ്മമാണ് മൊത്തം. അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഓരോ ശാഖകളുടെ ഓരോ ഇതായിട്ടാണ് അവർ അതിനെ സച്ചിദാനന്ദെന്നും വേറെ പല പേരുകളിലും പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സയൻറ്റിഫിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആറ്റത്തിനുള്ളിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന എനർജിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സച്ചിദാനന്ദൻ എന്ന് പറഞ്ഞല്ലോ, ആ എനർജിയാണ് ഗോഡ്. ഗോഡെന്ന് ഇപ്പോൾ ഒരു കോൺസെപ്റ്റാണ്, പക്ഷേ അതാണ്, ആ എനർജിയാണ് പ്രപഞ്ചത്തിൻ്റെ സത്ത്. അപ്പോൾ അവിടുത്തെ ദൈവത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ അങ്ങനെ അതിനെപ്പറ്റി ചിന്ത വരുന്നുള്ളൂ. അല്ലാതെ ദൈവം എന്ന് പറയുന്ന ഒരു വലിയ മഹാസൃഷ്ടി, ഏതാണ്ട് വലിയ ക്രിസ്ത്യാനികളാണ് താടിയും വെച്ച് സ്വർഗത്തിലിരിക്കുന്ന ആളാണെന്നൊക്കെ, അതൊക്കെ വെറും അന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് ആ രീതിയിലൊരിത് വരാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു നല്ല കോൺസെപ്റ്റ് വരുത്താൻ വേണ്ടിയിട്ട് ഒരു കാഴ്ചപ്പാടും വിശ്വാസവും വരുത്തിയിട്ട് ജനങ്ങളെ വന്ന് ഒരു മോറൽസ് ഇത് നിലനിർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തത് അന്ന് ഡയറക്റ്റായിട്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞു വരുന്നെങ്കിൽ ആ വിവരമില്ലാത്തവർ ഞാൻ പറഞ്ഞില്ലേ, ഈ പറയണവനെ ഓടിച്ചിട്ട് തല്ലിയതിനെ. കാര്യം വെച്ചാൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഡയറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ മാത്രമാണ്. അതാണ് ഉപനിഷദമായെന്ന് പറയുന്നത്. അടുത്തുള്ളവർക്ക് മാത്രം മനസ്സിലാകുന്ന തരത്തിലാണ് ഉപനിഷത്തുകൾ എഴുതിയിരിക്കുന്നത്. അല്ല ഡയറക്റ്റായിട്ട് അതെല്ലാം പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് പറയാം. കാര്യം വെച്ചാൽ ഇന്ന് സയൻസ് വികസിച്ചിട്ടുണ്ട്, സയൻസ് അതെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഋഷികൾ അത് പറഞ്ഞതാണ് ഇതെന്ന് നമുക്കിപ്പോൾ ചൂണ്ടിക്കാണിക്കാം. അപ്പോൾ ഇന്നത്തെ ജനങ്ങൾക്ക് മനസ്സിലാകുമത്. അതിന് നമ്മൾ കൂടുതൽ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഇപ്പം ദൈവം ഇല്ലെന്നും പറഞ്ഞിട്ട് നിരീശ്വരവാദികളെന്നോ മറ്റേ യുക്തിവാദികളെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവർ വലിയ പ്രഭാകാന്തം ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് കിടക്കുന്നു. ഇല്ലെന്ന് പറയാനായിട്ട് ഇവരെന്നെ ആരും ഉണ്ടാക്കിയ സാധനമല്ല, അവിടെ ഉണ്ടെന്ന് പറയാനുമല്ല. ഇറ്റ് എനർജി. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരിക. അപ്പോൾ അവന് തള്ളിക്കളയും സ്വീകരിക്കുകയും. വിശ്വാസം എന്ന് പറയുന്നത് തന്നെ അറിവില്ലായ്മയുടെ പ്രൊഡക്റ്റാണ്. അറിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അറിവിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ അറിഞ്ഞല്ലോ, ഇപ്പോൾ ദൈവം ഇന്നതാണ്, ഈ എനർജിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ അറിഞ്ഞ്, പിന്നെ അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ പോകേണ്ട കാര്യമില്ല. പിന്നെ അതിനെ നമുക്ക് എങ്ങനെയെല്ലാം ഉപയോഗിച്ച് നമുക്ക് അതിലേക്ക് എത്തിച്ചേരാമെന്നതേ നമ്മൾ അറിയേണ്ട കാര്യമുള്ളൂ. അതാ അറിവുകളാണ് വേദാന്തത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഉപനിഷത്ത് പറയുന്ന മുഴുവൻ അതാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഗണപതി എന്നുള്ളതൊരു മിത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വലിയൊരു ചർച്ചയൊക്കെ സോഷ്യൽ മീഡിയയിലും അല്ലാണ്ടുമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങയുടെ അഭിപ്രായത്തിൽ എന്താണ് ഗണപതി എന്നുള്ളത്, അതിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ച്? ഗണപതി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിൽ ആണ് ഈ മനുഷ്യരോട് അങ്ങനെ പറഞ്ഞ് മനുഷ്യർക്ക് അന്നത്തെ ഇതിൽ പറയാൻ പറ്റുള്ളൂ. പക്ഷേ പതി എന്ന് പറഞ്ഞാൽ ഗണം എന്ന് പറഞ്ഞാൽ കൂട്ടമാണ്, പതി എന്ന് പറഞ്ഞാൽ ലീഡർ, നയിക്കുന്നവൻ. അങ്ങനെ കൂട്ടങ്ങളെ നയിക്കുന്നവനാണ് ഗണപതി. അതാണ് അതിൻ്റെ യഥാർത്ഥ ഇത്. പക്ഷേ ഈ ഗണം എന്താണെന്ന് ഇന്നത്തെ പണ്ഡിതന്മാർക്കും അറിയാൻ മേല. അപ്പോഴാണ് നമ്മുടെ ഇതിലേക്ക് വരുന്നത്. ഗണം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ന്യൂറോൺ കോശങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന
എനർജി ഇൻ ക്വാണ്ടംസ്. ക്വാണ്ടം എന്ന് പറഞ്ഞാൽ എനർജിയുടെ സ്റ്റേറ്റാണ്. ക്വാണ്ടം എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ്, ഒരു ഒറ്റ ഓസിലേഷനാണ്. അങ്ങനത്തെ കോടിക്കണക്കിന് ഓസിലേഷൻ എനർജികൾ താഴോട്ട് വരികയാണ്. എവിടെ? മൂലാധാരത്തിലേക്ക്, സൂക്ഷ്മനാഡിയിൽ കൂടെ മൂലാധാരത്തിലേക്ക് വരികയാണ്. അപ്പം എന്താണ് ആ ഗണം? ഈ ഓസിലേറ്റിംഗ് എനർജിയുടെ കൂട്ടമാണ്. ആ കൂട്ടങ്ങൾ താഴോട്ട് വരികയാണ്. കോടിക്കണക്കിന് കൂട്ടങ്ങൾ താഴെ വന്ന് മൂലാധാരത്തിൽ നിന്നാണത് ലീഡ് ചെയ്യുന്നത് പിന്നെ മുകളിലേക്ക്. അപ്പോൾ ലീഡ് ചെയ്യുന്ന നയിക്കുകയാണ്. അപ്പം മൂലാധാരമാണ് ഗണപതി. അപ്പം അത് നയിക്കുന്നത് ഗണം എന്നതാണ് ഈ ക്വാണ്ടം എനർജീസാണ്. ഇൻ ക്രോഷ് ആ എനർജീനെ മൂലാധാരം മുകളിലേക്ക് നയിച്ചു വിടുകയാണ്. ആ നയിക്കുന്നതാണ് പതി, ഗണപതി ലീഡിങ് ചെയ്യുന്ന. ആ അർത്ഥത്തിലാണ് ഋഷികൾ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ആ വിഷയത്തെ പറ്റി. അല്ലാതെ മിത്ത് അതിനെപ്പറ്റി ഒന്നും അറിയാൻ മേല ഇന്നുള്ളവർക്ക്. ഇതിനെപ്പറ്റി ഇപ്പം ഇന്ന് ഈ ഗണപതിയെ പറ്റി അല്ലെ ഇപ്പോൾ ഈ വേദാന്ത പണ്ഡിതന്മാർ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, അവർക്കും അറിയാൻ മേല. ഈ പറഞ്ഞ ഈ ഒരു കാഴ്ചപ്പാട് അവിടെ ഉണ്ടെന്ന് അവർക്ക് അറിയാൻ മേല. ബട്ട് ഇറ്റ് ഈസ് എ ട്രൂത്ത്. അതാണ് അതിൻ്റെ യഥാർത്ഥ കാര്യം ഗണപതി എന്നുള്ളത്. അതിപ്പോൾ ഇത്രയും ശാസ്ത്രം വികസിച്ചുകൊണ്ടാണ് നമുക്കിങ്ങനെ പറയാൻ പറ്റണത്. ശാസ്ത്രത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം മനസ്സിലാവുന്നു. അതൊക്കെ വെറും ഒരു കോൺസെപ്റ്റ് ഇത് വേണ്ടിയിട്ട് മാത്രം. പക്ഷേ ഈ ഗണപതി മൂലാധാരത്തിൻ്റെ ചെറിയ ഒരു രൂപം ഏതാണ്ട് അങ്ങനെയൊക്കെ വരും. ഇങ്ങനെ ചെറിയ ഇത് വികസിച്ച് അങ്ങനത്തെ ഒരു ഇതുണ്ട്. ആ ഒരു ഇതിൽ മാത്രമേ ഉള്ളൂ അതൊക്കെ. പക്ഷേ അതെന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഒരു ഇതിലേക്ക് വരുത്താനായിട്ട് ഗണപതിയുടെ ഒരു പൂജ, എന്തെങ്കിലും ഒരു പൂജ ചെയ്യുമ്പോൾ ആദ്യം തുടക്കത്തിൽ നമ്മൾ ഗണപതി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂലാധാരത്തിനെ അല്ലെങ്കിൽ നമ്മുടെ കോൺസെപ്റ്റുകളെ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. എന്താണ് വിഘ്നേശ്വരൻ എന്നും ഗണപതി അറിയപ്പെടുന്നുണ്ട്. വിഘ്നങ്ങളെ അകറ്റുക എന്ന് പറഞ്ഞാൽ മൂലാധാരം ക്ലാരിറ്റി വന്നു കഴിഞ്ഞാലേ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോൾ അങ്ങനത്തെ ഒരു ഇത് വരണം. പക്ഷേ അവിടെ നമുക്ക് ഒരുപാട് ഇതൊക്കെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള ഒരു സ്റ്റേജിലേക്കാണെങ്കിൽ നമ്മൾ അവിടെ ഇത് ശരിയായില്ല. അതുകൊണ്ടാണ് വിഘ്ന ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് വിഘ്നേശ്വരനോട് പ്രാർത്ഥന. തേങ്ങ ഉടക്കുന്ന ഒരു കൺസെപ്റ്റ് അത് തന്നെയല്ലേ? അത് ഇതുമായിട്ട് ബന്ധം ഒന്നുമില്ല. അത് അതിനകത്തുള്ള എനർജി, അതിനകത്ത് അതൊരു ഫിസിക്കൽ ഇതായിട്ടൊരു നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. അത് ഇതുമായിട്ടൊന്നും ബന്ധമില്ല. ഇതെന്ന് പറഞ്ഞാൽ അതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ശാസ്ത്രീയ കാര്യങ്ങളാണ് ഈ വേദാന്തത്തിൽ പറഞ്ഞിരിക്കുന്നത്, മഹർഷികൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് നമുക്ക് ഇന്നും മനസ്സിലായിട്ടില്ലെന്നുള്ളതാണ്. അത് മനസ്സിലാക്കാനുള്ള ഒരു യുഗത്തിലെ പുതിയൊരു ചിന്താഗതിയിലേക്കാണ് ഇന്ന് ജനങ്ങൾ വരണമെന്നാണ് അതാണ് നമ്മൾ പുറത്തേക്ക് നമ്മൾ ഈ ബുക്കിൽ കൂടെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പുതിയ യുഗത്തെ പറ്റി പറഞ്ഞല്ലോ, അതാണ് അതിനെപ്പറ്റി പറയാൻ കാര്യം. ഇപ്പോൾ ഗോഡ് ദാറ്റ് യു ആർ എന്ന ബുക്ക് അങ്ങ് എഴുതിയതിന് ശേഷം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തും അതോടെ ചോദിക്കണമെന്നുണ്ട്. അങ്ങയുടെ ഉള്ളിൽ കിടന്ന നോളജ് അങ്ങ് എഴുതിയത്, അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അതൊരു ഒഴുക്ക് പോലെ അങ്ങേക്ക് കിട്ടിയ അറിവുകളാണോ അതിനകത്തുള്ളത്? തീർച്ചയായിട്ടും അങ്ങനെയാണ്. അല്ലാതെ എഴുതിയിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കൊണ്ടൊരു അവസ്ഥ തന്നെ ഇതിൻ്റെ റൈറ്റിംഗ് ആയിരുന്നു. അതിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ആ നമ്മൾ എഴുതി വരുമ്പോഴാണ് അതിന് കുറച്ചുകൂടെ ക്ലാരിറ്റിയിലേക്ക് നമുക്ക് ക്ലാരിറ്റി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ ഓരോ ഇതിൻ്റെ തുടക്കത്തിലും നമുക്ക് ഓരോ പുതിയ വിഷൻസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പം ആ ഇതൊക്കെ കൊണ്ടാണ് ഞാനും ആ ഒരു തിത്തിരി ഋഷിയുടെ പുനർജന്മാണെന്ന് ഞാനും. മെഡിറ്റേഷൻ ചെയ്യുന്നില്ല എന്നല്ലേ പറഞ്ഞു? മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ മെഡിറ്റേഷൻ ചുമ്മാ കുത്തിയിരുന്നുണ്ടോ വെച്ചിട്ടുണ്ട്. അതൊന്നും അല്ല മെഡിറ്റേഷൻ. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഇത് കട്ടാവുന്നുണ്ടായിരിക്കും. എങ്ങനെയാ അവിടെ ചെറിയ ഉണർവോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിരിക്കാമെന്നാണ് എൻ്റെ സംശയം. എനിക്കതിനെപ്പറ്റി ഒന്നും പറയാൻ അറിയില്ല. പക്ഷേ എൻ്റെ ഈ പുസ്തകത്തിലെ എൻ്റെ ചാപ്റ്ററിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നു. അങ്ങ് വേറെ വേദാന്തം ഒന്നും പഠിച്ചിട്ടുമില്ല, ബൈബിള് മാത്രമാണ്? അല്ല, വേദാന്തം പഠിച്ചിട്ടുണ്ട്. വേദാന്തമാണ് എൻ്റെ സബ്ജക്റ്റ്. വേദാന്തം പഠിച്ചിട്ടുണ്ട്. വേദാന്തം എന്ന് വെച്ചാൽ ഞാൻ പഠിച്ച് ഉപനിഷത്തുകൾ പഠിച്ചതേ ഉള്ളൂ. അല്ലാതെ വേറെ എവിടെയും പോയി ട്രെയിനിങ് എടുത്ത് പഠിച്ചിട്ടൊന്നുമില്ല. അല്ല, അതിൽ നിന്ന് വായിച്ചു കിട്ടിയ അറിവുകളും ശാസ്ത്രീയതയായിട്ട് കണക്ട് ചെയ്ത് എഴുതിയ. അതെ. ഓക്കെ. അപ്പോൾ ഇനി എന്താണ് അങ്ങയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് പുതിയ തലമുറയ്ക്ക് പ്രത്യേകിച്ച്? അതെ, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇനി ഡയറക്റ്റായിട്ട് ഇതേപോലെ നമ്മൾ മീഡിയയിലോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ക്ലാസ് കൊടുക്കാനോ അങ്ങനെ പ്രചരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ ധ്യാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ടല്ലോ, നൃത്തം ഇതൊക്കെ ചെയ്തുകൊണ്ട് പാട്ടും നൃത്തം, അതൊരു നല്ല കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയാണ് മനുഷ്യനെ നമുക്ക് അവൻ്റെ മനസ്സിനെ ഒഴിവാക്കാൻ പറ്റി. ഇപ്പോൾ വൃക്ഷത്തെ വെട്ടിമുറിക്കാനായിട്ട് നമുക്ക് ബലം പിടിച്ചിരുന്നാലൊന്നും മുറിച്ച് കളയാൻ പറ്റുകയില്ല. അവൻ്റെ ജീവിതശൈലി ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കണം.
പക്ഷെ അങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു എക്സർസൈസാണ് ഈ ധ്യാന കൂട്ടങ്ങളും പ്രാർത്ഥനയും തുള്ളലും. അത് അന്ന് വരുമ്പോൾ നമ്മുടെ മനസ്സെന്ന് പറയുന്ന അതുണ്ടല്ല, വൃക്ഷം പറഞ്ഞായിരുന്നില്ല അതിനകത്ത്, ആ വൃക്ഷത്തെ വെട്ടിമുറിക്കാനായിട്ട് സ്വാഭാവികമായിട്ട് പറ്റുന്നൊരവസ്ഥയാണ് ഈ ശബ്ദകോശങ്ങളിൽ നമ്മൾ മുങ്ങിക്കുളിക്കുക. അപ്പം നമ്മുടെ മനസ്സവിടെ ഇല്ലാതാവും. അത് പെന്തക്കോസ്ത് പള്ളിയിൽ നടക്കുന്ന പോലത്തെ കുറേ അതൊക്കെ അങ്ങനെ തന്നെയാണ്. ഈ കരിസ്മാറ്റിക് ധ്യാനം അങ്ങനെ തന്നെയാണ്. അമ്പലങ്ങളിലെ പൂരം തുള്ളലും അതും ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. ശബ്ദം ഇല്ലാതെ അവിടെ ഒരു പരിപാടി നടക്കുകയില്ല. ആ ശബ്ദങ്ങളുടെ സ്വാധീനം മനുഷ്യനിലേക്ക് വരുമ്പോൾ അത് മനസ്സിനെ ഒഴിവാക്കി നമ്മുടെ പ്രാണൻ അതിലേക്ക് വരും. ഇത് തന്നെയല്ലേ ഒരു ഡി ജെ പാർട്ടിയിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഉദ്ദേശം വേറെ ആണെങ്കിലും ഒരു ഫിലിം സോങ് കേൾക്കുന്ന സമയത്ത് അതിൻ്റെ ഋതത്തിനനുസരിച്ച് നൃത്തം ചെയ്യുമ്പോഴത്തേനും നമ്മളത് എന്താ മറ്റുള്ളവരെ കോൺഷ്യസ് ആവാതെ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കാണ്ട് അവരത് ആ ആനന്ദത്തിൽ എൻജോയ് ചെയ്ത് ഡാൻസ് ചെയ്യുമ്പോഴും ഇത് തന്നെയല്ലേ സംഭവം. തീർച്ചയായിട്ടും അതാണ് അതിനകത്തുള്ള മെയിൻ കാര്യം വെച്ചാൽ നമ്മൾ മറ്റുള്ളവർ വിചാരിക്കും നമ്മൾ ആ നൃത്തത്തിനനുസരിച്ച് നമ്മുടെ മനസ്സ് നൃത്തത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ പ്രാണൻ നൃത്തത്തിലേക്ക് ശരിയാണ്. പ്രാണൻ ചലിക്കണത് നൃത്തത്തിൽ കൂടിയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ മനസ്സവിടെ ഇല്ലാതായിട്ട് മാറും. നമ്മൾ കൊച്ചുകുട്ടികളെ പോലെയാവും. എന്നുവെച്ചാൽ മനസ്സവിടെ ഇല്ല. അപ്പോൾ നമുക്ക് മറ്റുള്ളവർ നോക്കണ വിഷയമല്ല. പക്ഷേ നമ്മൾ ആ ശബ്ദത്തിനനുസരിച്ച് നമ്മൾ നൃത്തം ചെയ്യുകയും അതിനനുസരിച്ചുള്ള ചലനങ്ങളും വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ റിലാക്സ് ആകും. മനസ്സിനെ ഒഴിവാക്കാൻ ഉള്ള തലങ്ങളിലേക്ക് നമ്മൾ വരും. അപ്പോൾ ബലം പിടിച്ച് വൃക്ഷത്തെ വെട്ടിമുറിക്കേണ്ട ആവശ്യമില്ലാത്തൊരു സ്റ്റേജിൽ കൂടെ നമുക്ക് അങ്ങനെ കുറേശ്ശെ ആയിട്ട് കാലങ്ങളായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എത്താൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്നത്.